നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MAT 203 DMS ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാം റീസെന്റ് ആയിട്ട് വരികയാണ്. ആ എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് ഒരു സിലബസ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് സിലബസ് നോക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡ്യൂള് ഫണ്ടമെന്റൽ ലോജിക് എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂള് നിങ്ങൾക്ക് അറിയാം. അതിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിനകത്ത് 7 മാർക്സിന്റെയും 6 മാർക്സിന്റെയും 8 മാർക്സിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഇൻഫറൻസ് തിയറി അല്ലെങ്കിൽ റൂൾ ഓഫ് ഇൻഫറൻസിൽ നിന്നും ഒരു 6 മാർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു 8 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, അതുപോലെ തന്നെ ഡിറ്റർമിൻ ദ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ ഇക്വലന്റ് യൂസ് ചെയ്തിട്ടുള്ളത്, ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്ന, ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്ന, ട്രൂത്ത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾക്ക് ഒരു 8 മാർക്കിന്റെയും അതുപോലെ തന്നെ 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ ബേസിക്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ്സ്, ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, കണക്റ്റീവ്സ്, ടോട്ടോളജീസ്, കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഒരു 6 മാർക്കിന്റെ ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും. അത് യൂസിങ് ട്രൂത്ത് ടേബിൾ ഉണ്ടാവും, വിത്തൗട്ട് ട്രൂത്ത് ടേബിൾ ഉണ്ടാവും. വിത്തൗട്ട് ട്രൂത്ത് ടേബിൾ ആണെങ്കിൽ അത് 8 മാർക്കിനായിരിക്കും. അത് കൂടുതലും ഈ റൂൾ ഓഫ് ഇൻഫറൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, ഇൻവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതെല്ലാം. എല്ലാം തന്നെ പഠിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുക: ലോജിക്കൽ കണക്റ്റീവ്സ്, ഈക്വലൻസ്, അതുപോലെ തന്നെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടുള്ള വിത്തൗട്ട് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇൻഫറൻസ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, വാലിഡിറ്റി ഓഫ് ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഡിറ്റർമിൻ ദ ട്രൂത്ത് വാല്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ മോഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് കൗണ്ടിങ് തിയറി ആണ്. ഇത് വളരെ ചെറിയൊരു മോഡ്യൂളാണ് അല്ലെ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് 8 മാർക്സിന്റെയും 6 മാർക്സിന്റെയും ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബൈനോമിയൽ തിയറത്തിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ, അതും നിങ്ങൾക്ക് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിനകത്ത് ഡി അറേഞ്ച്മെന്റ്സ് 3 മാർക്കിന്റെയും ചോദിക്കാം. 8 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡി അറേഞ്ച്മെന്റ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ റൂൾ ഓഫ് സം ആൻഡ് പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെ, കോമ്പിനേഷനിൽ റിപ്പീറ്റേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 8 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, റിപ്പീറ്റേഷൻ വരുന്നത്. ബൈനോമിയൽ തിയറത്തിന്റെ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പവേഴ്സ് തന്നിട്ട് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാവുന്നതാണ്. മൂന്നാമത്തെ മോഡ്യൂൾ കുറച്ച് വലിയ മോഡ്യൂളാണെന്ന് എല്ലാവർക്കും അറിയാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ മോഡ്യൂള്. റിലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിനകത്ത് ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്, ഇക്വലൻസ് റിലേഷൻ, അതിന്റെ കൂടെ പാർഷ്യൽ ഓർഡർ റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ആന്റി സിമെട്രിക് റിലേഷൻ, ഇർറിഫ്ലെക്സീവ് റിലേഷൻ, എല്ലാ ടൈപ്പ് റിലേഷൻസും പഠിച്ചോളൂ. ഇക്വലൻസ് ക്ലാസ് അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും നിങ്ങൾ നോക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പാർഷ്യൽ ഓർഡേർഡ് സെറ്റ്, ഹെസൈ ഡയഗ്രാം വരയ്ക്കുന്ന മാക്സിമൽ എലമെന്റ്, മിനിമൽ എലമെന്റ് വരുന്ന 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇക്വലൻസ് ക്ലാസ്സിൽ നിന്നും ഇക്വലൻസ് റിലേഷനിൽ നിന്നും ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഒക്കെ നോക്കി വെക്കണം. പിന്നെ ലാറ്റിസിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള LUB GLB ഒക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അതുപോലെ തന്നെ തിയറം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടൈപ്പ് ഓഫ് ലാറ്റിസിൽ നിന്നും കംപ്ലീറ്റ്, ബൗണ്ടഡ് ലാറ്റിസ്, കോംപ്ലിമെന്ററി ലാറ്റിസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്നൊക്കെ തിയറം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പാർഷ്യൽ ഓർഡർ റിലേഷനിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ 1 1 on 2 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണും. അപ്പൊ അതും നിങ്ങൾ നോക്കി വെച്ചോളൂ. ഓക്കെ, മോഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതെല്ലാമാണ്. മോഡ്യൂൾ 4 വരുമ്പോൾ ആകെ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് പഠിക്കേണ്ടത് അല്ലെ. ജനറേറ്റിംഗ് ഫംഗ്ഷനും റെക്കറൻസ് റിലേഷനും ആണ് പഠിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റെക്കറൻസ് റിലേഷനിൽ നിന്നും ഒരു 8 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ കാണും. അതുപോലെ തന്നെ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും 6 മാർക്കിന്റെ 8 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ കാണും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. സൊല്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. സൊല്യൂഷൻ തന്നെ റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കുക. ഒരു 3 ക്വസ്റ്റ്യൻസ് എന്തായാലും അത് തന്നെയായിരിക്കും. കാരണം ഇതിനകത്ത് വേറൊന്നും പഠിക്കാനില്ല. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അത് നോക്കാം.
നാലാമത്തെ മോഡ്യൂള്. അഞ്ചാമത്തെ മോഡ്യൂൾ ഏറ്റവും അവസാനത്തെ മോഡ്യൂൾ കുറച്ച് വലുതാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമി ഗ്രൂപ്പ് മോണോയിഡ്, അതിന്റെ ഹോമോമോർഫിസം 3 മാർക്കിനും ചോദിക്കാം. അതുപോലെ തന്നെ 6 മാർക്കിനും ചോദിക്കാം. ഐസോമോർഫിസം, ഹോമോമോർഫിസം ഓഫ് സെമി ഗ്രൂപ്പ് മോണോയിഡ്. പിന്നെ ഗ്രൂപ്പ് അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെയും ഐസോമോർഫിസത്തിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും 6 മാർക്കിന്റെയും 8 മാർക്കിന്റെയും ചോദ്യങ്ങളായിട്ട് വരാം. പിന്നെ സിമെട്രിക് ഗ്രൂപ്പ് ഓൺ 3 സിംബൽസ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് 3 മാർക്കിന്റെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈക്ലിക് ഗ്രൂപ്പ്, കോസെറ്റ്, ലെഫ്റ്റും റൈറ്റും കോസെറ്റ്സ്, ഇതിന്റെ അകത്ത് 8 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ. ലഗ്രാഞ്ച് തിയറം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. സൈക്ലിക് ഗ്രൂപ്പിൽ നിന്നും 6 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്കുകളും. ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് 2 ഗ്രൂപ്പ്സ് അത് അത്ര അധികം ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാലും ഒന്ന് നോക്കി പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെമി ഗ്രൂപ്പ് മോണോയിഡ് ഗ്രൂപ്പ്. ഓക്കെ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിന്റെ മോഡ്യൂൾസ്, ഈ മോഡ്യൂൾസ് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.